നോക്കട്ടെ. ഉണ്ണിമോളെ, നീ കൊച്ചിന് ചോറ് കൊടുത്തോ? നീ ഇവിടെ വന്നിരിക്കുവാണോ? അതിന് ചോറ് കൊടുത്തില്ലല്ലോ. അവന് ചോറ് എടുത്തു കൊടുത്തിട്ട് കഴിച്ചില്ലെന്നേ. ചോറ് വേണോടാ? എടി, എന്നാ പിന്നെ അതിന് ചോറ് വേണ്ടാഞ്ഞിട്ടായിരിക്കും ഇടിമാനെ. ഒരു കാര്യം ചെയ്യ്, അതിന് ഇച്ചിരി നെയ്ച്ചോറ് ഉണ്ടാക്കി കൊടുക്ക്. അതാവുമ്പോ അവന് ഇഷ്ടമല്ലേ, കഴിച്ചോളൂ. അങ്ങനെ ഇമ്പപ്പെട്ട ഭക്ഷണം അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ വഷളാക്കണ്ട. അത് കൊള്ളാം. ചോറ് വേണ്ടെന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കി കൊടുക്കും. എല്ലാ ഭക്ഷണവും കഴിച്ചു വേണം പിള്ളേര് വളരാൻ വേണ്ടിയിട്ട്. അത് കൊള്ളാലോ. ദൈവമേ, ആരാ ഈ പറയുന്നത്? പണ്ട് ചെറുപ്പത്തിൽ നിന്നെ കൂട്ടിക്കൊണ്ടൊരു കടയിലോ വല്ലയിടത്തും പോയാല് നീ ചൂണ്ടി കാണിച്ചു തരുന്ന സാധനം വാങ്ങിച്ചു തന്നില്ലെങ്കിൽ അവിടെ കിടന്ന് കരഞ്ഞു കൂവി കാറി വിളിച്ച് അതോ സഹിക്കാൻ നിലത്തൂടെ കിടന്ന് ഉരുളിച്ചല്ലേ കാറി കിടന്നങ്ങ് മനുഷ്യനെ നാണം കെടുത്തിട്ട് നിലത്തൂടെ കിടന്ന് ഉരുളുന്ന കരയുന്നേ കണ്ടിട്ട് ആൾക്കാർ നോക്കുമ്പോഴത്തേ നീ നാണം കെട്ടൊരു തോലി അങ്ങ് ഉരിയുമായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ നിന്റെ മോനെ വെറും പാവം പിടിച്ചൊരു കൊച്ച്. നിനക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. എന്നാ പിന്നെ ഉണ്ടാക്കി കൊടുത്തോ. കുറച്ചധികം ഉണ്ടാക്കണേ, എനിക്കും കൂടി കഴിക്കാലോ. ചെറുക്കൻ കേട്ടോ പോലും. അപ്പൊ നീ എന്നെ നെയ്ച്ചോറ് കഴിക്കാൻ വേണ്ടിട്ട് വിളിച്ചു വരുത്തിയതാണോ? കൊള്ളാം. രാവിലെ അമ്മേനെ കൊണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് അത് കഴിക്കാൻ വേണ്ടിട്ട് എന്നെ വിളിച്ചേക്കുന്നു. ആ, പിന്നല്ലാതെ. അമ്മ രാവിലെ നെയ്ച്ചോറ് ഉണ്ടാക്കി നോക്കുമ്പോ നല്ല രുചിയുണ്ട്. അതാ ഞാൻ ചേട്ടത്തിനെ വിളിച്ചു വരുത്തിയത്. പിള്ളേര് പിന്നെ അവിടെ ഇല്ലല്ലോ, ചേട്ടത്തിന്റെ വീട്ടിലല്ലേ. ആ, ഇല്ല, അവരെ എന്റെ ആങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ട് പോയി. പിന്നെ കുറച്ചു ദിവസം അവിടെ നിൽക്കട്ടെ, സ്കൂൾ അടച്ചതല്ലേ. അപ്പൊ പിന്നെ ചേട്ടത്തി ഒരു കാര്യം ചെയ്യും, ഇന്ന് ഇവിടെ വെക്കി, ഇന്ന് പോവണ്ട. ഒരു കാര്യം ചെയ്യും, നിന്റെ ആങ്ങളേനോടെ വിളിച്ചു പറ ജോലിയും കഴിഞ്ഞ് ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട്. അവിടെ ചെല്ലുമ്പോ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ എന്നെ ശരിയാക്കും. അറിയാലോ നിനക്ക് നിന്റെ ആങ്ങളയുടെ സ്വഭാവം. ആ, എന്റെ ആങ്ങളേനെ വിളിച്ചു പറയുന്ന കാര്യം ഞാൻ ഏറ്റു. എന്താ അമ്മേ സങ്കടപ്പെട്ടിരിക്കുന്നത്? ഒന്നുമില്ല എന്റെ ഉണ്ണിമോളെ, ഞാൻ നിന്റെ കുഞ്ഞാട്ടന്റെ കാര്യം ഓർക്കുമായിരുന്നു. എന്റെ ഇളയ മോനെ, പാവം. അവന്റെ കാര്യം ഓർക്കുമ്പോൾ നെഞ്ചിൽ എപ്പോഴും തീയ. പാവം പോലും. കല്യാണം കഴിഞ്ഞ് 2 മാസം ആകുന്നതിന് മുമ്പ് ഭാര്യയുടെ വാക്കും കേട്ട് സ്വന്തം വീതം എഴുതി മേടിച്ചിട്ട് വേറെ വീടെടുത്ത് മാറിയതല്ലേ. എന്നിട്ട് അവളാണെങ്കിൽ വേറൊരുത്തിന്റെ കൊച്ചിനെയും വയറ്റിലാക്കി അവന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ഇപ്പൊ ചേട്ടൻ വീട്ടിൽ ഒറ്റയ്ക്ക് പോയി. അവന്റെ കാര്യം ആകെ കഷ്ടമാണെന്നാ സാവിത്രി പറഞ്ഞത് മോളെ. ആ വലിയ വീട്ടില് പാവം ഒറ്റയ്ക്ക് നല്ല ജോലിയും കൂലിയും ഒക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ സ്വയം നശിച്ച് ജീവിക്കുവാണല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക്. എന്റെ പൊന്നമ്മേ, അമ്മേന്റെ ഇളയ മോന് വിദ്യാഭ്യാസം ഉണ്ട്, പക്ഷെ വിവരമില്ലെന്ന് പറയുന്നതായിരിക്കും ശരി. ആ വീതം വിട്ടിട്ടേ ഒരു വീട് മേടിച്ചിട്ട് അതുപോലും ആ പൊട്ടൻ ഭാര്യയുടെ പേരിലല്ലേ വാങ്ങിയത്. രണ്ടുപേരുടെ പേരിലും കൂടെ വാങ്ങിയെങ്കിലും അതിനൊരു അന്തസ്സുണ്ടായിരുന്നു. ഒരു കാര്യം ഓർത്തിട്ട് ഏതായാലും അമ്മ സമാധാനിച്ചു. അവള് പോകുന്നതിന് മുമ്പ് വീട് ചേട്ടന്റെ പേരിലോട്ട് തിരിച്ചെഴുതി കൊടുത്തു. അതുകൊണ്ട് ഇപ്പൊ കയറി കിടക്കാൻ ഒരു വീടുണ്ട്. അതും അവളുടെ പേരിൽ ആക്കി അവള് അതിന്റെ അവകാശം ചോദിച്ചു വന്നായിരുന്നെങ്കിലോ. ഏതായാലും അത്രയൊരു മാന്യത അവള് കാണിച്ചു. ഇന്ന് വരെ അവൻ അടുക്കളയിൽ കേറിയിട്ട് പോലുമില്ല. ഒരു ചായ ഒരു ചൂടുവെള്ളം പോലും തിളപ്പിച്ച് കുടിച്ചിട്ടില്ല ഇന്ന് വരെ. ഇതിപ്പോ ഒറ്റയ്ക്ക് വല്ലതും തിന്നുന്നുണ്ടോ കുടിക്കുന്നുണ്ടോ ദൈവത്തിനറിയാം. കുടിക്കുന്നുണ്ട്. പല ബ്രാൻഡുകളുടെ മദ്യം വാങ്ങി കുടിക്കുന്നുണ്ട്. കുടിച്ച് ലെക്ക് കേട്ടല്ലേ നടപ്പ്. അമ്മ നമ്മളോട് സ്നേഹവും നന്ദിയും കാണിക്കണ്ട. ചേട്ടത്തിയമ്മേനെങ്കിലും ഓർക്കത്തില്ലായിരുന്നോ? സ്വന്തം ചേട്ടന്റെ ഭാര്യ പിന്നെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് തന്ന സ്വർണം വിറ്റിട്ട് പഠിപ്പിച്ചു. ആ ഒരു നന്ദിയെങ്കിലും കാണിച്ചൂടെ? ചേട്ടത്തിക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോന്നെങ്കിലും ചിന്തിക്കണ്ടേ അവൻ? ഇതെന്താ എന്റെ ഉണ്ണിമോളെ, നീ എപ്പോഴും ഞാനിങ്ങനെ അവനെ സ്വർണം വിറ്റ് പഠിപ്പിച്ച കണക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, ഞാൻ അവനെ എന്റെ സ്വന്തം അനിയനെ പോലെ കണ്ടിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത്, അല്ലാണ്ട് ഭർത്താവിന്റെ അനിയനായിട്ട് കണ്ടിട്ടല്ല. നീ ഇങ്ങനെ എപ്പോഴും അതിങ്ങനെ വിളിച്ചു പറയാതെ എനിക്ക് എന്തോ പോലെ ആവുന്നു. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലായില്ല. ഭാര്യയുടെ വാക്ക് കേട്ട് പോയതാണേലും എന്താണെങ്കിലും അവന്റെ അവസ്ഥ ഓർക്കുമ്പോൾ അവനെ പെറ്റതല്ലേ ഞാൻ. പെറ്റ വയറിനെ സഹിക്കുവോ? എവിടെയാണെങ്കിലും എങ്ങനെ പോയാലും സമാധാനത്തിൽ ജീവിക്കണമെന്നേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഒരിക്കലും നശിച്ചു പോകാൻ ഈ അമ്മ ആഗ്രഹിച്ചിട്ടില്ല. അമ്മ, എനിക്ക് അമ്മയുടെ വിഷമമൊക്കെ മനസ്സിലാവുന്നുണ്ട്. അമ്മ അങ്ങനെ വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എന്റെ ചേട്ടത്തി എപ്പോഴും ഞാനിങ്ങനെ പറഞ്ഞു പോവുക. ഈ നന്ദിയില്ലായ്മത്തിനെ കാണിച്ച് എനിക്കുണ്ടല്ലോ. ഞാൻ ചെറുക്കൻ പുറത്തോട്ട് പോയിട്ടുണ്ട്, ഞാൻ പോയി നോക്കട്ടെ. അമ്മ ഇങ്ങനെ വിഷമിക്കാതെ അമ്മേ. ഞാനും ചേട്ടനും കൂടി അവന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കുറച്ചു ദിവസം അവിടെ നിൽക്കാന്നാണ് ചേട്ടൻ പറയുന്നത്. അവനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ച് ഞങ്ങൾ നേരെ ആക്കിക്കോളാം. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അനിയത്തിയുണ്ട്. അവക്ക് വേണ്ടിയിട്ട് ഇവനെ ആലോചിച്ചാലോ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുക. പാവപ്പെട്ട വീട്ടിലെയാ, ഒന്നും ഇല്ലാത്തവരമ്മേ. പക്ഷെ നല്ല സ്വഭാവമുള്ള ഒരു പെങ്കൊച്ച. പക്ഷെ മോളെ, അവനൊരു 3 മാസേ ഭാര്യയുടെ കൂടെ ജീവിച്ചിട്ടുള്ളെങ്കിലും പറയുമ്പോ 2ാം കെട്ടുകാരനായില്ലേ. നല്ല ജോലിയുണ്ട്, കൂലിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആരാ 2ാം കെട്ടുകാരൻ? പെണ്ണിന്റെ വീട്ടുകാരൊന്നും സമ്മതിക്കുകയല്ലായിരിക്കും മോളെ. അവരോട് ഞാൻ ചെറുതായിട്ട് പറഞ്ഞായിരുന്നു, എന്റെ കൂട്ടുകാരിയോടെ. അവർക്കങ്ങനെ
സമ്മതക്കുറവൊന്നും ഉണ്ടാവൂല. പക്ഷെ ഇവൻ ഈ കുടിയൊക്കെ നിർത്തി പഴയതുപോലെ നല്ല സ്വഭാവം ആവുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഇതിന്റെ ഇടയിൽ നിൽക്കുള്ളൂ. ആ, അതും മതി. അവന്റെ കുടിയും എല്ലാം നിർത്തുവാണെങ്കിൽ മാത്രം മതി. വേറൊരു പെങ്കൊച്ചിന്റെ ജീവിതം നശിപ്പിക്കാനൊന്നും അമ്മ കൂട്ടി നിൽക്കുകയില്ല. ദൈവമേ, എല്ലാം ഒന്ന് നന്നായാ മതിയായിരുന്നു. എന്തായാലും ഞങ്ങൾ പോകുന്നുണ്ടല്ലോ അമ്മേ. അവൻ നേരെ ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവന്റെ മനസ്സ് ആദ്യം നേരെ ആവണം, എന്നിട്ട് വേണം ഇത് പറയാൻ വേണ്ടിയിട്ട്. എന്തായാലും നോക്കാം. അമ്മേ, മറ്റേ ലെവളില്ലേ? ലെവളോ? ഏത് ലെവള്? അമ്മയുടെ ഇളയ മോനെ ഉപേക്ഷിച്ചു പോയ ഇളയ മോന്റെ ഭാര്യ. ഓ, എന്റെ പൊന്നു കുഞ്ഞെ, അവളുടെ കാര്യം നീ പറയാതെ. പറയുമ്പോ തന്നെ എന്റെ ചങ്കിനകത്ത് കിടന്നിട്ട് എന്തോ ഇടിക്കുന്ന പോലെയാ. ഓ, എനിക്കങ്ങ് വേർക്കും. എനിക്ക് പേടിയാ അവളുടെ കാര്യം പറയുന്നത്. ഇതേ സന്തോഷിക്കാനുള്ളൊരു കാര്യമാ. കുറച്ചു മുന്നേ അമ്മ സങ്കടപ്പെട്ടിങ്ങനെ അവിടെ ഇരുന്നില്ലേ? ആ, ഇതിപ്പോ സന്തോഷിക്കാനുള്ളൊരു വാക്യം. അവള് പ്രസവിച്ചായിരിക്കും. ഓ, കാമുകന്റെ ഗർഭമല്ലേ? ആ, കണക്ക് പ്രകാരം പ്രസവിക്കാൻ സമയമായിട്ടുണ്ട്. പെറ്റോ? അവള് പ്രസവിച്ചു. പെൺകുട്ടിയാ. കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു. നല്ല മോളാന്നാ പറഞ്ഞത്. വെല്ലവളുമാരും അച്ഛമ്മയായതിന് ഞാൻ എന്തിനാടി സന്തോഷിക്കുന്നേ? ഇതാണ് നീ സന്തോഷ വാർത്തയാന്നും പറഞ്ഞ എന്നോട് ഒന്നും പറയുന്നേ? അമ്മ, ഞാൻ മൊത്തം പറയട്ടെ. അവളെ പ്രസവത്തോടെ എന്തോ സംഭവിച്ച് തളർന്നു പോയിന്നാ പറഞ്ഞേ. ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കൂല പോലും. എന്തോ ഡോക്ടറുടെ കൈപ്പഴിയാന്നൊക്കെ പറഞ്ഞിട്ട് അവര് കേസൊക്കെ കൊടുത്തിട്ടോ വലിയ പ്രശ്നമാക്കിയിട്ടോ ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് ഡോക്ടറുടെ കൈപ്പഴിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മുകളിലെ ദൈവമുണ്ട്. ദൈവം കൊടുത്ത ശിക്ഷയാ അവക്ക്. അങ്ങനെ വേണം. എടി, ഇതാണോ നീ സന്തോഷ വാർത്തയാന്ന് പറഞ്ഞ് വന്ന് പറയുന്ന പെണ്ണെ? എന്റെ ദൈവമേ, പാവം. അയ്യോ, വല്ലവരുടെയും കൊച്ചാണെങ്കിലും അതൊരു കുഞ്ഞു കൊച്ചല്ലേ? എന്റെ ദൈവമേ, എങ്ങനെ വളർത്തിയെടുക്കും ഇനി അമ്മ ഇങ്ങനെ കിടപ്പായി പോയെങ്കിൽ? പക്ഷെ എന്റെ ദൈവമേ, എന്റെ ഉണ്ണിമോളെ എനിക്ക് ഓർത്തിട്ടാണ് സങ്കടം വരുവാടി. കഷ്ടമായി പോയി. നമുക്ക് സന്തോഷമാണ്. നീ ഒരു അമ്മയല്ലേ? നിനക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നത് സന്തോഷ വാർത്ത എന്നും പറഞ്ഞിട്ട്? കഷ്ടമായി പോയി. കൊള്ളാം. ഇനി ഇതും ആലോചിച്ച് വിഷമിച്ചിരിക്കോ? ഇതെന്ത് സാധനം ഇത്? അമ്മേ, അമ്മേ, എന്താടി? കുഞ്ഞേട്ടൻ പോവുവാന്ന്. എടാ മോനെ, ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് പോവാടാ മോനെ. നീ ഇത്രയും കാലം ആ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചില്ലടാ മോനെ. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി പോയാ മതി. അതെ, ഞാൻ കുറച്ച് സാധനങ്ങളുണ്ട് അമ്മ, അത് ഞാൻ എടുത്തിട്ട് വരാം. ആണോ? ആ, എന്നാ എല്ലാം എടുത്തിട്ട് ഇന്ന് തന്നെ ഇങ്ങോട്ട് പോരണം കേട്ടോ. പോരാതിരിക്കരുതേ. ആ, ആയിക്കോട്ടെ അമ്മേ. ഓ, അവന്റെ കുടിയൊക്കെ മാറി കല്യാണത്തിനൊക്കെ ഒന്ന് സമ്മതിച്ചല്ലോ. സ്വഭാവത്തിനൊക്കെ എന്തൊരു മാറ്റമാ. അതിന് ചേട്ടനും ചേട്ടനും അവിടെ തന്നെ ആയിരുന്നല്ലോ. അവര് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കാണും. ആ കാര്യത്തിൽ അമ്മയുടെ മൂത്ത വരുമ്പോൾ മിടിക്കുകയെന്നറിയാലോ. പാവം, ഇനിയെങ്കിലും ഒരു നല്ല ജീവിതം കിട്ടിയാൽ മതിയായിരുന്നു. ആയിപ്പോ അങ്ങനെയായി. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവൂലമ്മേ. ചേട്ടത്തിയുടെ കൂട്ടുകാരിയുടെ അനിയത്തിയല്ലേ? നല്ല പെൺകുട്ടിയാന്നാ പറഞ്ഞത്. അമ്മ പേടിക്കണ്ട. മൂത്ത മരുമോളെ ഞാനൊരു ദേവിയായിട്ടാ കാണുന്നത്. അവളില്ലായിരുന്നെങ്കിൽ എന്റെ കുടുംബം തകർന്ന് തരിപ്പണമായി പോയേനെ മോളെ. ആ, എന്റെ ചേച്ചിയായിട്ട് ചെറുപ്പം മുതലേ ഇതിൽ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സാ. അപ്പൊ ചേച്ചി എപ്പോഴും വീട്ടിൽ വന്നിട്ട് പറയും, ആ, അത്ര നല്ല കുട്ടിയാണ്. സ്കൂളിൽ ടീച്ചേഴ്സിനായാലും ബാക്കി കുട്ടികൾക്കൊക്കെ ആയാലും ഭയങ്കര ഇഷ്ടമായിരുന്നെന്ന്. ചേട്ടത്തി അന്നേ ഒരു നല്ല കുട്ടിയായിരുന്നു അമ്മേ. മോള് അവളെ പോലെ ആകണമെന്നൊന്നും ഒരിക്കലും അമ്മ പറയൂല. ഒന്നും ചെയ്യണ്ട. ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അമ്മയ്ക്ക്. സമാധാനമായിട്ട് അങ്ങ് ജീവിച്ചു പോയാൽ മതി. മോക്കറിയാലോ, എന്റെ മോൻ ഒരുപാട് അനുഭവിച്ചതാ മോൾ. എനിക്കെല്ലാം അറിയാം അമ്മേ. ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചേട്ടത്തിയും പറഞ്ഞിട്ടുണ്ട്. അമ്മ പേടിക്കണ്ട. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അമ്മ സമാധാനായിട്ടിരുന്നു. ആ മോളെ, ഞാനേ പോവുക കേട്ടോ. പിന്നെ മോളുടെ തുണിയൊക്കെ നനച്ച് വിരിച്ചിട്ടിട്ടുണ്ട്. ഉണങ്ങുമ്പോ എടുത്തു വെക്കണേ. അയ്യോ, ചേട്ടത്തി കഴുകണ്ടായിരുന്നു. ഞാൻ കഴുകിയിടായിരുന്നു. നീ തന്നെ ചെയ്യണം. ഞാൻ ഇന്ന് ചെയ്തെന്നേ ഉള്ളൂ. എന്തായാലും ഇറങ്ങുക. പിള്ളേര് വരുമ്പോഴേ ഞാൻ ഇല്ലെങ്കില്. ഞങ്ങള് നാളെ പോവാന്നാ ചേട്ടൻ പറഞ്ഞത്. എനിക്കാണെങ്കിൽ ഇവിടെ നിൽക്കാനായിരുന്നു ഇഷ്ടം. പോയാൽ അവിടെ ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ വലിയ വീട്ടില്. അതൊന്നും സാരമില്ല. ഇപ്പൊ അവൻ എന്തായാലും നല്ലൊരു വീടൊക്കെ വാങ്ങിയതല്ലേ. അവിടെ താമസിക്കാതെ എങ്ങനെ ശരിയാവുന്ന മോളെ? പിന്നെ ഇവിടെ ഇപ്പൊ ഉണ്ണിമോളും കുടുംബം ഉണ്ടല്ലോ. നിങ്ങൾക്ക് കുട്ടികളൊക്കെ ആവുമ്പത്തേക്കും ഈ വിഷമമൊക്കെ മാറും. പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ, ഇടയ്ക്കൊക്കെ വരൂലേ. പോട്ടെ. ചേട്ടന് വല്ല കാര്യം ഉണ്ടായിരുന്നോ ഈ വീതമൊക്കെ എഴുതി വാങ്ങിച്ച് വേറെ വീടെടുത്ത് താമസിക്കാൻ വേണ്ടിയിട്ട്? അവിടെ വലിയ വീടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങോട്ട് പോയാൽ നമ്മൾ മാത്രമല്ലേ അവിടെ ഉണ്ടാവുള്ളൂ. ഇവിടെ ആണെങ്കിൽ അമ്മയുണ്ട്, ഉണ്ണിമോളും കൊച്ചുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചേട്ടത്തിയും വരും. എല്ലാരും എന്തൊരു സ്നേഹമാ. എന്ത് രസം ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്.
അവിടെ ആണെങ്കിൽ എനിക്ക് ബോറടി ആയിരിക്കും. ആ അത് അന്ന് ഞാൻ അങ്ങനെ അറിയില്ല. ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാം. എന്താ കുഞ്ഞേട്ടത്തി? അല്ല ഉണ്ണിമോളെ, ഞാൻ ചേട്ടനോട് ചോദിച്ചേ എന്തിനാ വേറെ വീടൊക്കെ എടുത്ത് മാറിയത്, ഇവിടെ താമസിച്ചാ പോരായിരുന്നോന്ന് ചോദിക്കണ്ടായിരുന്നു. ഒരു കാര്യമില്ലായിരുന്നു. കാര്യമുണ്ട്. ചോദിച്ചതുകൊണ്ടേ ഒരു കുഴപ്പമില്ല. ആ അഹങ്കാരിയുടെ വാക്കും കേട്ട് അവളുടെ കൂടെ പോയതല്ലേ. എന്തായാലും ഞാൻ ഹാപ്പിയാ. അതുകൊണ്ട് എനിക്ക് നല്ലൊരു കുഞ്ഞേട്ടത്തിനെ കിട്ടിയില്ലേ, എന്റെ മൂത്ത ചേട്ടത്തിനെ പോലെ തന്നെ. വാ. അയ്യോ മോളെ, ആ പെണ്ണ് പോയപ്പോഴേ ആ തേങ്ങ എടുത്ത് വെച്ചത് കൊണ്ടുപോയില്ലെന്നേ, അത് കൊണ്ടുപോകാതെയാ പോയത്. അത് സാരമില്ലമ്മേ, ഞങ്ങൾ രണ്ടുപേരും കൂടി വണ്ടിക്ക് കൊണ്ടു കൊടുത്തോളാം. ആ ആ പിന്നെ മോൾ ഒറ്റയ്ക്കാണല്ലോ എന്ന് ഓർത്തൊന്നും വിഷമിക്കണ്ട കേട്ടോ. നാളെ പോകുമ്പോ അമ്മയും കൂടെ വരാം. കുറച്ചുനാൾ അമ്മ നിക്കാം. ഇവിടെ ഉണ്ണിമോള് സമ്മതിക്കുകയല്ല എന്നെ എങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ പിന്നെ ഇടയ്ക്കൊക്കെ മോളുടെ അമ്മേനോട് കൂടെ ഒന്ന് വന്നൊക്കെ നിൽക്കാൻ പറ. പിന്നെ ഇടയ്ക്ക് ഉണ്ണിമോള് വരും, ചേട്ടത്തി വരും, അങ്ങനെ എല്ലാരും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒറ്റയ്ക്കാണെന്ന് ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. അമ്മ വരുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് സന്തോഷമായി.